നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സബ്ജക്റ്റ് ഡിപ്ലോമ സ്റ്റുഡൻസ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഈ 3 ബ്രാഞ്ചിലും പഠിക്കുന്ന ഡിപ്ലോമ സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കോഡാണ്, സബ്ജക്ട് കോഡാണ് 3021. ആ സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1ന്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് സോഴ്സസ് ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് എന്താണ്. എന്താണ് കറണ്ട്? It is the rate of flow of free electrons. It is the rate of flow of free electrons. Current is denoted by the letter I. I എന്ന് പറയുന്ന ലെറ്ററിനെ കൊണ്ടാണ് കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. The unit of current is ampere. എന്താണ് കറണ്ടിന്റെ യൂണിറ്റ്? The unit of current is ampere. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. നെക്സ്റ്റ് വോൾട്ടേജ്. വോൾട്ടേജ് മീൻസ് ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ, ഇപ്പൊ ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്, ഈ രണ്ട് എൻഡുകൾക്ക് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്നതാണ് വോൾട്ടേജ് എന്ന്. അപ്പൊ വോൾട്ടേജ് മീൻസ് ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. വോൾട്ടിനെ വി എന്ന് പറഞ്ഞ ലെറ്ററിനെ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അടുത്തത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ എന്ന ലെറ്ററിനെ കൊണ്ടാണ് റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഒപ്പോസിഷൻ അഗൈൻസ്റ്റ് ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ്. കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദി ഒപ്പോസിഷൻ അഗൈൻസ്റ്റ് ദി ഫ്ലോ ഓഫ് കറണ്ട്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്. ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണ് ഇത്. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം, ഓമിന്റെ സിമ്പൽ. ഇനി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ പറയുന്നതാണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് മീൻസ് ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. Reciprocal of resistance is called conductance. Unit of conductance എന്ന് പറയുന്നത് എന്താണ്? മോ അല്ലെങ്കിൽ സീമെൻസ്. അത് ഓം ഇൻവേഴ്സ് 1. സീമെൻസിനെ എസ് എന്ന് പറഞ്ഞ ലെറ്ററിനെ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് മോ, സീമെൻസ്, അതല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് 1. ഇനി കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചു. ഈ 3 ടേംസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. ആ ലോനെ നമ്മൾ പറയുന്നതാണ് ഓംസ് ലോ. കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇതിനെ 3നെയും റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ ഗിവ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ലോ എന്താ നോക്കാം. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. അപ്പൊ അത് നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് പറയാം? വി. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ആണ്. വോൾട്ടേജ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഐ. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ബൈ ഐ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി ഈസ് ഈക്വൽ ടു ഐ
ഇൻറ്റു ആർ, ഐ ഇൻറ്റു ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ ആറിനെ നമ്മൾ എന്ത് പറയും? റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ, വേർ ആർ ഈസ് എ റെസിസ്റ്റൻസ്, ആർ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഓംസ് ലോന്ന് 3 ഇക്വേഷൻസ് കിട്ടും. എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഇനി ഇക്വേഷൻ തന്ന് നമുക്ക് എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കാം? കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. റെസിസ്റ്റൻസും കറണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോന്റെ 3 ഇക്വേഷൻസും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ്? R is equal to resistance, R is equal to V by I, voltage divided by current. Current I is equal to V by R, അതായത് voltage divided by resistance. Voltage V is equal to I into R, current into resistance. അപ്പൊ അത് നോക്കിക്കാൻ നിങ്ങൾ അതിനൊരു ട്രയാങ്കുലർ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പൊ V പറയുമ്പോൾ V is equal to I into R. R പറയുമ്പോൾ നോക്കിക്കുക, R എന്ന് പറഞ്ഞാൽ V by I. I പറയുമ്പോൾ V by R. ഓക്കെ, V I R, അതായത് V is equal to I into R, R is equal to V by I is equal to V by R. അപ്പൊ ഇതാണ് ഓംസ് ലോ. അപ്പൊ എന്തായിരുന്നു ഓംസ് ലോ? The law states that at a constant temperature, the voltage across a conductor is directly proportional to the current flowing through the conductor. Okay. ഇനി എന്താണ് പവർ? എന്താണ് പവർ? It is the rate of doing work. It is the rate of doing work. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തോ അതിനെ നമ്മൾ പറയുന്നതാണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം എന്ന് പറയാം, അതല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്ന് പറയാം. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. ഇലക്ട്രിക്കൽ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. വേറൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്. പവർ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? പവർ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ P is equal to V into I. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓംസ് ലോ നമ്മൾ എന്താ പഠിച്ചത്? V is equal to I into R, I is equal to എന്നൊക്കെ നമ്മൾ പഠിച്ചു. V is equal to I into R, V is equal to I into R. ആ ഒരു ഇക്വേഷൻ ഇതിൽ V ന്റെ പ്ലേസ് ആ ഒരു I into R എന്നാണ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവറിന് കിട്ടുന്ന ഇക്വേഷൻ ആണ് I squared R എന്ന് പറയുന്നത്. അപ്പൊ പവറിന് ഒരു ഇക്വേഷൻ V into I, രണ്ടാമത്തെ ഇക്വേഷൻ I squared R. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോന്ന് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? V by R. അപ്പൊ ഐക്ക് പകരം V by R എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് V square by R. അപ്പൊ പവർ കാണാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. പവർ P is equal to V into I, പവർ P is equal to V square by R, പവർ P is equal to I square into R. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. എന്താണ് പവറിന്റെ യൂണിറ്റ്? വാട്ട്. അപ്പൊ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പവർ P is equal to VI, P is equal to V square by R, P is equal to I square into R. ഇനി എന്താണ് ഇലക്ട്രിക്കൽ എനർജി? എന്താണ് എനർജി? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറയുന്നതാണ് എനർജി എന്ന്. ഇലക്ട്രിക്കൽ എനർജിന്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. എനർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ജൂൾസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് സെക്കൻഡ് ആണ്. ജൂൾസ് എന്ന് പറയുന്നത് 1 ജൂൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വാട്ട് സെക്കൻഡ് ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഇനി കിലോ വാട്ട് അവർ എങ്ങനെയാ നമുക്ക് കിട്ടുക? 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ പവർ ഇൻ വാട്ട്, വാട്ടിലുള്ള പവർ ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
എനർജി കിട്ടും. പവർ ഇൻറ്റു ടൈം, പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ഇൻ കിലോ വാട്ട് അവർ. എന്താണ്? പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഇൻ കിലോ വാട്ട് അവർ കിട്ടും. വാട്ടിലുള്ള പവറിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? 1000നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടിലുള്ള പവറിനെ കിലോ വാട്ടിലേക്ക് എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? ഒന്നെങ്കിൽ വാട്ടിലുള്ള പവർ ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം, അതല്ലെങ്കിൽ വാട്ടിലുള്ള പവർ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ വാട്ടിന്ന് കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക? വാട്ടിലുള്ള പവർ ഡിവൈഡഡ് ബൈ 1000 ഓർ വാട്ടിലുള്ള പവർ ഇൻറ്റു 10⁻³ ഇതിലും നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ V ഇൻറ്റു I ആണ്. അതിനോട് കൂടി ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ VIT വരും. വേറൊരു ഇക്വേഷൻ V² R ആണ്. അപ്പൊ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? V² R ഇൻറ്റു T. ഇത് എന്താ പറയാ, ഡിനോമിനേറ്ററിലല്ല ടി, V² R കോമൺ ആയിട്ടാണ് എന്ത് വരുന്നത്? T വരുന്നത്. വേറൊരു ഇക്വേഷൻ ആണ് I² R ഇൻറ്റു T. ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കിലോ വാട്ട് അവർ ആണ്. 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് കണക്കാക്കുന്നത് എന്താണ്? യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. അപ്പൊ 1 യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. ഇപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചു? കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, പവർ, എനർജി, ഓംസ് ലോ, ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് DC സർക്യൂട്ട്. എന്താണ് DC സർക്യൂട്ട്? എ സർക്യൂട്ട്, സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്ത്. എ സർക്യൂട്ട് ഫോളോഡ് ബൈ DC, എ സർക്യൂട്ട് ഫോളോഡ് ബൈ DC ആണെങ്കിൽ അതിനെ നമ്മൾ പറയും DC സർക്യൂട്ട് എന്ന്. ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? ദ ക്ലോസ്ഡ് പാത്ത് ഇൻ വിച്ച് the direct current flows is called DC circuit. Direct current flow, direct current എന്ന് പറഞ്ഞാൽ DC flow ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ പറയുന്നതാണ് DC സർക്യൂട്ട്. അപ്പൊ DC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. DC സീരീസ് സർക്യൂട്ട് ഉണ്ട്, DC പാരലൽ സർക്യൂട്ട് ഉണ്ട്. അതേപോലെ ഇത് രണ്ടിന്റെയും കോമ്പിനേഷനും ഉണ്ട്. സീരീസും പാരലലും പാടെ ഒന്നിച്ചു വരുന്ന കോമ്പിനേഷനും ഉണ്ട്. അപ്പൊ DC സീരീസ് സർക്യൂട്ട് എന്താന്ന് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ്. 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സീരീസ് കണക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ആണ് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് റെസിസ്റ്ററിന്റെ എൻഡിന്ന് രണ്ടാമത്തെ റെസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ എൻഡിന്ന് മൂന്നാമത്തെ റെസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് കണക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റർ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. എന്താണ്? കറണ്ട് സെയിം ആയിരിക്കും. ഇപ്പൊ I എന്ന് പറയുന്ന ഒരു കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, I എന്ന് പറഞ്ഞ കറണ്ട് ആണ് സർക്യൂട്ടിലെ കറണ്ട് എങ്കിൽ, R1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടും R2 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടും R3 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? I തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ് സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകത? കറണ്ട് സെയിം ആയിരിക്കും, ബട്ട് ദ വോൾട്ടേജ് വിൽ ബി ഡിഫറെന്റ്. ഓരോ റെസിസ്റ്ററിന് അക്രോസും വരുന്ന വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. എന്താണ് സീരീസ് സർക്യൂട്ടിന്റെ പ്രത്യേകത? കറണ്ട് സെയിമും വോൾട്ടേജ് ഡിഫറെന്റും ആയിരിക്കും. കറണ്ട് വിൽ ബി സെയിം ബട്ട് വോൾട്ടേജ് വിൽ ബി ഡിഫറെന്റ്. അങ്ങനെയാണെങ്കിൽ I ആണ് സർക്യൂട്ട് കറണ്ട് എങ്കിൽ എല്ലാ റെസിസ്റ്ററിന്റെയും കറണ്ട് I തന്നെയായിരിക്കും.
ഇനി V ആണ് സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് എങ്കിൽ അത് എല്ലാ റെസിസ്റ്ററിനും ഡിവൈഡ് ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം R1ന്റെ വോൾട്ടേജിനെ V1 എന്നും R2ന്റെ വോൾട്ടേജിനെ V2 ആൻഡ് R3ന്റെ വോൾട്ടേജിനെ V3 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ V1, V2, V3 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ വോൾട്ടേജ് V is equal to V1 plus V2 plus V3. ഇതല്ലേ ടോട്ടൽ വോൾട്ടേജ് വരിക. ഇനി നമ്മൾ ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ എന്താണ്? I into R ആണ്. വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ I into കറണ്ട് into റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ V1 എന്ന് പറയുന്നത് R1ന്റെ വോൾട്ടേജ് ആണ്. R1ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I. അങ്ങനെയാണെങ്കിൽ V1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? I into R1 എന്ന് കൊടുക്കാം. പ്ലസ് സിമിലർലി V2ന് പകരം എന്ത് കൊടുക്കാം? I into R2 എന്ന് കൊടുക്കാം. പ്ലസ് V3ക്ക് പകരം എന്ത് കൊടുക്കാം? I into R3 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അസ്യൂം ചെയ്യാം സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് റെപ്രസെന്റ് ചെയ്തു. അതേപോലെ I ടോട്ടൽ കറണ്ടും ആണെങ്കിൽ Vക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? I into R ഈക്വൽ ടു എന്ത് വരും? IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് കിട്ടി. ഇതിൽ നിന്ന് I എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ I എന്ത് ചെയ്തും? ക്യാൻസൽ ചെയ്തു പോകും. ഇക്വേഷൻ സൈനിന്റെ രണ്ട് സൈഡിലും I ഉണ്ട്. അപ്പൊ I എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക? R is equal to R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ ഡെറിവേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം. സീരീസ് കണക്ഷനിൽ നമ്മൾ വോൾട്ടേജ് ഡിഫറെന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ V is equal to V1 പ്ലസ് V2 പ്ലസ് V3. ഓരോന്ന്, അതായത് R1ന്റെ വോൾട്ടേജ് V1 ഉം R2ന്റെ വോൾട്ടേജ് V2 ഉം R3ന്റെ വോൾട്ടേജ് V3 ആണ്. അപ്പൊ ആ 3 വോൾട്ടേജിന്റെയും സമ്മ് അതായിരിക്കും ടോട്ടൽ വോൾട്ടേജ്. ഇനി ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ R1ന്റെ വോൾട്ടേജ് ആണ് V1 എങ്കിൽ R1ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I. അപ്പൊ V1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? I into R1 ആയിരിക്കും. സിമിലർലി V2 ഈസ് ഈക്വൽ ടു I into R2. V3 ഈസ് ഈക്വൽ ടു I into R3. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് R. ടോട്ടൽ കറണ്ട് I ആണെന്ന് നമുക്കറിയാം. അപ്പം ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ കറണ്ട് I into ടോട്ടൽ റെസിസ്റ്റൻസ് R. I into R equal to I into R1 plus I into R2 plus I into R3. ഇതിലെല്ലാത്തിലും I കോമൺ ആണ്. അപ്പൊ I ലെഫ്റ്റ് സൈഡിലെ I ഉം റൈറ്റ് സൈഡിലെ I ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? R is equal to R1 plus R2. ഇപ്പൊ രണ്ട് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? R is equal to R1 plus R2. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ സം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ സീരീസ് കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഇപ്പൊ അവിടെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര പ്ലസ് Rn. ആ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഇനി ഈ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എല്ലാം സെയിം ആണ്. അതിന് നമുക്ക് R ന്ന് റെപ്രസെന്റ് ചെയ്യാം. n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സിലെ എല്ലാ റെസിസ്റ്റൻസിന്റെയും വാല്യൂ സെയിം ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ റെസിസ്റ്റൻസ് R T ഈക്വൽ ടു n into R. ടോട്ടൽ റെസിസ്റ്റൻസ് R T ഈക്വൽ ടു n into R. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
2 ohm റെസിസ്റ്റൻസ് ഉള്ള 4 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ohm റെസിസ്റ്റൻസ് ഉള്ള 4 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 4 റെസിസ്റ്റേഴ്സ് അല്ലേ, അപ്പൊ n ന്റെ വാല്യൂ ആണ് 4 എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 2 ohm ആണ്. അപ്പൊ 4 into 2 എന്ന് പറയുമ്പോൾ എത്രയാ കിട്ടുക? 8 ohm ആണ് കിട്ടുക. അപ്പൊ സെയിം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അത് ഇൻറ്റു റെസിസ്റ്റൻസ് വാല്യൂ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ സീരീസ് സർക്യൂട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുന്നു. സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാല് എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. ഒരു റെസിസ്റ്റൻസിന്റെ എൻഡ് നിന്നാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാവരും നല്ലോണം ഓർത്ത് വെക്കണം. നമുക്ക് പ്രോബ്ലം വരും. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒക്കെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓർത്ത് വെക്കുക. ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സിന്റെ സം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പം R1ന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കാണാൻ ചോദിക്കും. ചിലപ്പോൾ R2ന്റെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ല R3ന്റെ അങ്ങനെ ചോദിക്കും. അപ്പൊ R1ന്റെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എങ്ങനെയാ? അതായത് R1ന്റെ വോൾട്ടേജ് ആണ് V1 എങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? I into R1. V2 is equal to I into R2. ഇനി R3ന്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V3. അപ്പൊ I into R3. ഇനി ഇത് കൂടാതെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുല എന്ന് പറയും, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്ന് പറയും. അപ്പൊ ഈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം V1 R1ന്റെ വോൾട്ടേജ് ആണ് എന്ത്? V1. അത് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ വോൾട്ടേജ്, സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏതിന്റെ വോൾട്ടേജ് ആണോ കാണുന്നത് ദാറ്റ് റെസിസ്റ്റൻസ്. ഇപ്പൊ ഇവിടെ V1 എന്ന് പറയുന്നത് R1ന്റെ ആണ്. അപ്പൊ R1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 പ്ലസ് R3. എന്താണ്? ഏത് റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ കാണുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു the same resistance value divided by total resistance. Similarly, R2ന്റെ വോൾട്ടേജ് ആണ് V2 എങ്കിൽ V2 is equal to എന്ത് വരും? R2 by R1 plus R2 plus R3 into VS. Similarly, V3 is equal to എന്ത് വരും? R3 divided by R1 plus R2 plus R3 into total voltage VS. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. എന്താണ്? voltage drop across any resistor equal to the resistance value divided by total resistance into total voltage in the circuit. അപ്പൊ ഇത്രയാണ് സീരീസ് സർക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സീരീസ് സർക്യൂട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പാരലൽ സർക്യൂട്ട് ആണ്. DC പാരലൽ. അപ്പൊ ഇവിടെ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സീരീസ് കണക്ഷനിൽ, അതായത് റെസിസ്റ്റർ സീരീസ് ആയി നമ്മൾ എന്താ പഠിച്ചത്? കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ബട്ട് ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് വിൽ ബി സെയിം ആൻഡ് ദി കറണ്ട് വിൽ ബി ഡിഫറെന്റ്. ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, ബട്ട് ഓരോന്നിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പാരലൽ കണക്ഷൻ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ റെസിസ്റ്റർ എല്ലാ റെസിസ്റ്ററിന്റെയും ഒരെൻഡ് ഒരു പോയിന്റിലേക്കും അതർ എൻഡ് വേറൊരു പോയിന്റിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പാരലൽ കണക്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ 3 എണ്ണത്തിന്റെ ഈ എൻഡുകൾ, ഇതിപ്പോ സ്റ്റാർട്ടിംഗ് എൻഡ് ആണെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് എൻഡുകൾ തമ്മിൽ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഇതൊക്കെ ഫിനിഷിംഗ് എൻഡ് ആണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്തു? അതൊരു വേറൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു എൻഡ് ഒരു പോയിന്റിലേക്കും ബാക്കിയുള്ള എൻഡ്, അതായത് അടുത്ത എൻഡുകൾ വേറൊരു പോയിന്റിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ ഓരോന്നിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഓരോന്നിനും അക്രോസ് വരുന്ന വോൾട്ടേജ് സെയിം ആണ്. അതായത് സപ്ലൈ വോൾട്ടേജ് V ആണെങ്കിൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് വരുന്ന വോൾട്ടേജും എന്താണ്? V തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് R1, R2, R3 ആണ്
റെസിസ്റ്റേഴ്സ്, അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് R1 ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1, R2 ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2, R3 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3. അപ്പൊ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? I is equal to I1 plus I2 plus I3. ഈ മൂന്നെണ്ണം പാടെ, അതായത് 3 റെസിസ്റ്റർ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സം ആയിരിക്കും സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട്. അപ്പൊ നമ്മൾ സീരീസ് കണക്ഷനിൽ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യും? കറണ്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മൾ ഓംസ് ലോ പ്രകാരം? I is equal to V by R1 ആണ്. I is equal to V by R1. അപ്പൊ I1 ആണ് R1 ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. R1 ന് അക്രോസ് വരുന്ന വോൾട്ടേജ് V ആണ്. അപ്പൊ I1 ന്റെ പകരം എന്ത് എഴുതാം? V by R1 എന്ന് എഴുതാം. I2 ന് പകരോ V by R2. I3 ക്ക് പകരം V by R3. ഇനി സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ടോട്ടൽ വോൾട്ടേജ് V ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐക്ക് പകരം എന്ത് കൊടുക്കാം? ടോട്ടൽ കറണ്ട് ആണ് ഐക്ക് പകരം ടോട്ടൽ വോൾട്ടേജ് V ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R എന്ന് കൊടുക്കാം. V by R is equal to എന്ത് വരും? V by R1 plus V by R2 plus V by R3 എന്ന് വരും. ഇനി ഇതിൽ V കോമൺ ആണ്. ലെഫ്റ്റ് സൈഡിലും V ഉണ്ട്, റൈറ്റ് സൈഡിലും V ഉണ്ട്. അപ്പൊ Vയും Vയും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ബാക്കി എന്ത് കിട്ടും? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? റെസിപ്രോക്കൽ ഓഫ് ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 by R ആണ് കിട്ടുന്നത്. 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 ആണ്. ആ കിട്ടുന്ന വാല്യൂവിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് കിട്ടുന്നത് റെസിപ്രോക്കൽ വാല്യൂ ആണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് 4 ആണ്. ഇതെല്ലാം പാടെ ആഡ് ചെയ്തിട്ട് ഒരു 4 കിട്ടി. 4 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 by R ഈക്വൽ ടു ആണ് 4 കിട്ടുന്നത്. അപ്പൊ R ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 by 4 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ തെറ്റിക്കരുത്, തെറ്റിക്കാണ്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഈ ഭാഗത്ത് നീ സീരീസിന്റെയും പാരലലിന്റെയും കോമ്പിനേഷന്റെ ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് പ്രോബ്ലം ചെയ്യുക. ആ വീഡിയോയിൽ പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് പറയുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 1 by RT is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus etc plus 1 by Rn. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ സെയിം ആണ്. നമ്മുടെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ റെസിസ്റ്റൻസിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക RT is equal to R divided by N. അതായത് എല്ലാ റെസിസ്റ്റൻസിന്റെയും വാല്യൂ R ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്താണ്? RT. ടോട്ടൽ റെസിസ്റ്റൻസ് RT equal to റെസിസ്റ്റൻസ് വാല്യൂ R divided by number of resistors. ഇനി നമുക്ക് ചിലപ്പം ചില സർക്യൂട്ടിലൊക്കെ 2 എണ്ണം പാരലൽ ആയിട്ട് തരും. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 2 റെസിസ്റ്റേഴ്സ്, ഇങ്ങനെ 2 റെസിസ്റ്റർ പാരലൽ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച പോലെ 1 by RT എന്ന് പറഞ്ഞാൽ 1 by R1 plus 1 by R2 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിനൊരു LCM എടുക്കുന്ന സമയത്ത് R1 into R2 ആണ് LCM വരിക. അപ്പൊ മുകളിൽ R2 plus R1. അപ്പൊ R2 plus R1 divide by R1 R2. അതായത് 1 by RT എന്ന് പറയുമ്പോൾ R2 plus R1 divided by R1 R2 ആണ്. അപ്പൊ നമുക്ക് RT കിട്ടാണ് എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ RT is equal to എന്ത് വരും? R1 R2 by R1 plus R2. അപ്പൊ ഇത് എല്ലാവരും ഓർത്ത് വെക്കണം. 2 റെസിസ്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ
രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് R1 R2 R1 into R2 divided by R1 plus R2 അതായത് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം. ഈ ഒരു കേസ് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ മാത്രമേ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2 ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മൂന്നെണ്ണം ആണെങ്കിൽ R1 R2 R3 ഡിവൈഡഡ് ബൈ R1 plus R2 plus R3 ചെയ്യാൻ പറ്റുമെന്ന്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് LCM എടുക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാകും, അത് അങ്ങനെ ചെയ്യരുത്. മൂന്നെണ്ണം ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, 1/RT is equal to 1/R1 plus 1/R2 plus 1/R3 തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ LCM എടുത്ത് R1 R2 R3 LCM അതിനനുസരിച്ച് ന്യൂമറേറ്ററിൽ ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യണം. അതിലും നല്ലത് നിങ്ങൾ 1/R1 plus 1/R2 plus 1/R3 ചെയ്യുന്നതാണ്. പക്ഷെ രണ്ടെണ്ണം പാരലൽ ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ചെയ്യുക, RT is equal to R1 R2 divided by R1 plus R2. എങ്ങനെയാ ചെയ്യുക, R1 R2 divided by R1 plus R2. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സീരീസ് കണക്ഷനിൽ നമ്മൾ വോൾട്ടേജ് ഡിഫറെന്റ് ആയപ്പോൾ അവിടെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഒരു വോൾട്ടേജ് ഡിവൈഡർ റൂള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടാവും, ഒരു കറണ്ട് ഡിവൈഡർ റൂൾ ഉണ്ടാവും. എങ്ങനെയാ കറണ്ട് ഡിവൈഡർ റൂൾ നമ്മൾ കണ്ടുപിടിക്കുക, ഇപ്പൊ R1 കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I1 എങ്കിൽ I1 is equal to I into R1 ന്റെ കറണ്ട് അല്ലേ I1, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R1 ന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R2 ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ടു റെസിസ്റ്റേഴ്സ്. സിമിലർലി I2 എന്ന് പറഞ്ഞാൽ I into R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R2 ന്റെ കറണ്ട് ആണ് I2, അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ആണ് R1. അപ്പൊ എന്താ ജനറലി നമുക്ക് എന്ത് പറയാം, കറണ്ട് ഇൻ എനി ഓഫ് ടു ബ്രാഞ്ചസ്, രണ്ട് ബ്രാഞ്ചിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട്, സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ടു റെസിസ്റ്റൻസ്. രണ്ടെണ്ണാണെങ്കിലാണ് ഇത് യൂസ് ചെയ്യുക, മൂന്നെണ്ണം ആകുന്ന സമയത്ത് ഇവിടെ വ്യത്യാസം വരും. അപ്പൊ രണ്ട് ബ്രാഞ്ചസ് ഉള്ള ഒരു സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്.